ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ ആനന്ദ്. അപ്പം എല്ലാവരും നവോദയയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, എങ്ങനെയാണ് ഫ്രാക്ഷൻസിൻ്റെ ഒക്കെ ഹയർ ലെവൽ പഠിക്കുക എന്നല്ലേ. അപ്പോൾ എന്താണ് ഫ്രാക്ഷൻ എന്ന് ഇനിയും ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ത് എന്നുള്ളത് നമുക്കിന്നൊന്ന് നോക്കാം. ഓക്കെ, ബേസ് ആണ്. നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കൊരു റിവിഷൻ മാത്രമാണ് കേട്ടോ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ തരുന്നത്. റിവിഷൻ, 4ലെ ഒരു റിവിഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോക്കിക്കേ, 4ാം ക്ലാസ്സിലും നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ട്? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരാളെ പഠിക്കുന്നുണ്ട്. ഭിന്നസംഖ്യ നമ്മൾ പറയും കേട്ടോ. ഭിന്നസംഖ്യ, ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ. എന്താണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. റെക്റ്റാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാണ്? ഷെയ്ഡ് ചെയ്യാണ്. ഈ പോർഷൻ ഷെയ്ഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ, ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാലോ, ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് പറയും? ടോട്ടൽ 2 പോർഷൻ ആണുള്ളത്, അതിൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്തു അല്ലേ. 2 പോർഷൻ ഉണ്ടായിരുന്നു, ഒരെണ്ണം ഷെയ്ഡ് ചെയ്തു. ഈ ഒരു ഫിഗറിൻ്റെ ഹാഫ് നമ്മൾ ഷെയ്ഡ് ചെയ്തു. നമ്മൾ ഇതിനെ ഹാഫ് എന്ന് പറയും അല്ലേ. അപ്പം ഈ ഒരു റെക്റ്റാങ്കിളിനെ സാർ എന്ത് ചെയ്തു? ഒന്നും കൂടെ നീട്ടി വരച്ചു, 3 എണ്ണം ആക്കിയിട്ട് 2 എണ്ണം ഷെയ്ഡ് ചെയ്തു. എന്നിട്ട് നിങ്ങളോട് ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ അപ്പം എന്താവും? മൊത്തം 3 എണ്ണം ഉണ്ട്, 2 എണ്ണം ഷെയ്ഡഡ് ആണ്. 2/3 എന്ന് വരും കേട്ടോ. 2/3 എന്ന് നോക്കിയാൽ ഇപ്പോൾ ഷെയ്ഡഡ് പോർഷൻ ആദ്യം നമ്മൾ 2 എണ്ണം ഉണ്ടായിരുന്നപ്പം 1/2, 3 പടം വെച്ചപ്പോൾ അതെന്തായി? 2 എണ്ണം ഷെയ്ഡ് ചെയ്തപ്പോൾ അത് 2/3 ആയി. ഓക്കെ, അപ്പം അതേപോലെ ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിനെ സാറ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 3 പോർഷൻസും സാർ ഷെയ്ഡ് ചെയ്തു. 3 പോർഷൻ ഉണ്ട്. ഈ 3 പോർഷന് നമ്മൾ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ ഷെയ്ഡഡ് പോർഷൻ ചോദിച്ചാൽ നമുക്ക് എന്ത് തന്നെ പറയണം? ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ ചോദിച്ചാൽ എന്ത് പറയണം? 3 എണ്ണം ഷെയ്ഡ് ചെയ്തു. എത്ര പാർട്ട് ഉണ്ടായിരുന്നു? 4 പാർട്ട്. 3/4 പാർട്ടും എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തു. ഇനി ഷെയ്ഡഡ് അല്ലാത്തത്, അൺഷെയ്ഡഡ് പോർഷൻ്റെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? 4 എണ്ണം ഉണ്ട്, ഒരെണ്ണം ചെയ്തിട്ടില്ല. അപ്പം എന്ത് പറയണം? 4 എണ്ണം ഉണ്ട്, ഒരെണ്ണം ചെയ്തിട്ടില്ല. 1/4, 4ൽ 1 എന്ത് ചെയ്തിട്ടില്ല? ഷെയ്ഡ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഇത് അതിനകത്തുനിന്ന് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഒരു റെക്റ്റാങ്കിളിനെ സാർ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഒരാൾക്ക് കൊടുത്തു, ഇത് അനു എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തു, ഇത് രാമുവിന് കൊടുത്തു, ഇത് മനുവിന് കൊടുത്തു, ഇത് സോമുവിന് കൊടുത്തു. ഓക്കെ, 4 ആൾക്കാർക്കായിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കുവാണ്, ഒരാൾക്ക് എത്ര പോർഷൻ കിട്ടി? ഒരു വലിയ റെക്റ്റാങ്കിളാണ്, അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്ര പോർഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതും? നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ പോലെ തന്നെ ഒരാൾക്ക് എത്ര എണ്ണം കിട്ടിയെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ അനുവിന് എത്ര പോർഷൻ കിട്ടിയെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര പോർഷൻ ഉണ്ടായിരുന്നു? 4. അതിൽ എത്ര പോർഷൻ അനുവിന് കിട്ടിയത്? 1 പോർഷൻ, 1/4, 4ൽ 1. രാമുവിനാണെങ്കിലോ 1/4, മനുവിനാണെങ്കിലോ 1/4, സോമുവിനാണെങ്കിലോ 1/4. കണ്ടോ? അപ്പോൾ അവർക്ക് എല്ലാവർക്കും 4ൽ 1 1/4 വെച്ചിട്ടാണ് അവർക്ക് ഡിവൈഡ് ചെയ്തത്. നമ്മൾ ആ ഷെയ്ഡഡ് പോർഷൻ വെച്ചിരിക്കുന്നത് പോലെ തന്നെ. അപ്പം ഇങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതുന്ന P/Q ഫോമിൽ എഴുതുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റണം. എന്ത്? Q എന്ന് പറയുന്ന ആൾ ഒരിക്കലും 0 ആകരുത്. എന്ന് വെച്ചാൽ 1/2 എന്നൊക്കെ എഴുതി ഒരിക്കലും ഇവിടെ എന്ത് വരാൻ പാടില്ല? 1/0 എന്ന് വരാൻ പാടില്ല. അത് വരില്ല, 1/0 എന്ന് വരില്ല. അപ്പം എപ്പോഴും എന്തുണ്ടാവും? ഡിനോമിനേറ്ററിൽ 0 അല്ലാത്ത ഒരു നമ്പർ അവിടെ ഉണ്ടാവണം. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അങ്ങനെ P/Q ഫോമിൽ എഴുതുമ്പോൾ മുകളിലും താഴെയുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കേട്ടോ. മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ന്യൂമറേറ്റർ, താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, അംശം ഛേദം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും കേട്ടോ. അംശവും ഛേദവും എന്ന് പറയും. ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, അംശം ഛേദം എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇനി 2 ഫ്രാക്ഷൻസിനെ കൂട്ടാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2 ഫ്രാക്ഷൻസിനെ കൂട്ടാനും അതിന് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്നാണ് പറയുക കേട്ടോ. ലൈക്ക് ഫ്രാക്ഷൻ. എന്താ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ? ഡിനോമിനേറ്റേഴ്സ് മീൻസ് ഛേദം, താഴെയുള്ള ആൾക്കാരാണ് ഛേദം.
അടിയിലുള്ള ആൾക്കാർ ഒരേപോലെ വരുന്ന ആൾക്കാർ, ഇപ്പോൾ രണ്ടെണ്ണത്തിനെയാണ്, ഇപ്പം നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2, 3/2, 5/2, 7/2, 9/2, ഇവരുടെ ഒക്കെ ഡിനോമിനേറ്റേഴ്സ് എന്താണ്? സെയിം ആണ്. ഇവരെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ലൈക്ക് ഫ്രാക്ഷൻസ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലൈക്കിനെ പരിഗണിക്കേണ്ടത്. അപ്പം നോക്കി 1/2 പ്ലസ് 3/2, രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസിനെ തമ്മിൽ നമ്മൾ കൂട്ടാൻ പോവുക, ആഡ് ചെയ്യാൻ പോവുക. ആഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടോ, ഇവിടെ രണ്ട് സ്ഥലത്തും ഡിനോമിനേറ്റേഴ്സ് ഒരേപോലെയുള്ളത്, രണ്ട് സ്ഥലത്തും ഡിനോമിനേറ്റേഴ്സ് ഒരേപോലെയാണുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരെ കോമൺ ആയിട്ട് ഒറ്റ ഒരാളാക്കുക. രണ്ടും ഒരേ ആളല്ലേ, സോ അവർക്ക് കോമൺ ആയിട്ട് ഒരാളെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 1 + 3 ചെയ്യുക. 1 + 3, അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും? 4/2 എന്ന് കിട്ടും. അതെന്താണ്? 2 ആണ്. 4/2, 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ലൈക്ക് ഫ്രാക്ഷൻ്റെ അഡീഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ആൾക്കാരെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പോലെ എഴുതിയതാണ്. ഇപ്പം ദേ 4/2 + 3/2 ഇതാ തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? 2 കോമൺ ആയിട്ട് എഴുതുക. ആദ്യമേ 2 കോമൺ ആയിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? 4 + 3 ചെയ്യുക. 4 + 3 എത്രയാ? 7. 7/2. ഫ്രാക്ഷനിൽ ചോദിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ നിർത്തുക കേട്ടോ. 4/2 അല്ലെങ്കിൽ 3.5 + 3.5 നമുക്ക് 7 കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോൾ 7/2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തീർന്നു. 7 വരുന്നത് 3.5 മീൻസ് 3.5 ആണ് നമുക്ക് 7/2 ആൻസർ ആയിട്ട് വരിക. നമ്മൾ ഫ്രാക്ഷൻ എപ്പോഴും ചോദിക്കുമ്പോൾ ഫ്രാക്ഷനിൽ തന്നെ നമ്മൾ നിർത്തണം. അപ്പം ഇതാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. ഇനി ഈ ലൈക്ക് ഫ്രാക്ഷൻ നമ്മൾ കുറയ്ക്കുകയും ചെയ്യും. എങ്ങനെയാ? 10/3 - 2/3 നോക്കിക്കേ. 10/3 - 2/3 വന്നു. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? കോമൺ ആയിട്ട് ഒരാളെ എടുക്കുക. ആഡ് ചെയ്തതുപോലെ തന്നെ കോമൺ ആയിട്ട് ഒരാളെ എടുക്കുക. 10 - 2 ചെയ്യുക. 10 - 2, അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും? 8/3 എന്ന ആൻസർ കിട്ടും. കണ്ടോ? 8/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. 25/4 - 5/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോമൺ ആയിട്ട് 4 കൊടുക്കുക, 25 - 5 കൊടുക്കുക. സോ നമുക്ക് 20/4 കിട്ടും. 20/4 നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? എന്താ വരുന്നത്? 5 4s are 20. 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓർ നിങ്ങൾ 20/4 എന്ന് എഴുതിയാലും മതി. ആൻസർ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്തെന്ന് എഴുതാം? 5 എന്ന് എഴുതാൻ പറ്റും. അപ്പം ലൈക്ക് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും എന്താണ്? സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഒന്നും കൂടെ പറയാം. എന്താ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അവരെ കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് ഫ്രാക്ഷൻസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രമേ അൺലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് എന്ന് വെച്ചാൽ എന്താ? ഡിനോമിനേറ്റർ ഒരേപോലത്തെ അല്ലാത്ത ആൾക്കാരെ, ഛേദം വ്യത്യാസമായിട്ടുള്ള. അപ്പോൾ നോക്കി 2/5 + 3/4 ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വരുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇത് ഡീപ്പായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ ലൈക്കും അൺലൈക്കും കൂട്ടാനും കുറയ്ക്കാനൊക്കെ നേരത്തെ പഠിച്ചു വെക്കുക. ഓൾറെഡി നിങ്ങൾ 4th പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ പഠിച്ചിട്ട് വരണം, നിർബന്ധമുള്ള കാര്യമാണ്. എങ്കിലേ നമ്മൾ അടുത്തടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകത്തുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ നവോദയ 2025 വിജയികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ അടുത്ത വർഷം നവോദയയിൽ പോകാനായിട്ട് ആഗ്രഹമുള്ളവരാണ് അല്ലേ? നിങ്ങളുടെ പേരൻസും വളരെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആകെ 80 സീറ്റുകളോ അതിലൊരാൾ എൻ്റെ കുട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആയിരിക്കും നിങ്ങളെ എല്ലാവരും ഇതിന് പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ പറയണം. ഇവരെങ്ങനെയാണ് ഈ വിജയം നേടിയെടുത്തേ? CC+ൽ ടീച്ചേഴ്സ് പറയുന്നതും അവരുടെ പേരൻസ് പറയുന്നതൊക്കെ കേട്ട് കറക്റ്റ് ഓർഡറിൽ സിലബസ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് ഹാർഡ് വർക്ക് എഴുതിയിരുന്ന് പഠിച്ചിട്ട് മാത്രമാണ് എന്ത് കിട്ടിയത്? ഇവർക്കിത് കിട്ടിയത്. അപ്പം ലോങ് ബാച്ചിലൊക്കെ ചേർന്ന കുട്ടികൾ നിങ്ങൾ ഇതേപോലെ അടുത്ത കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇങ്ങനെ ഇരുന്ന് പഠിച്ചാണ് അവർ ജാനുവരിയിൽ പരീക്ഷ എഴുതിയത്. അപ്പോൾ അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. കാരണം ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആവുകയാണ്. ആകെ 80 സീറ്റ്സ് അല്ലേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല റാങ്കിൽ കയറി വരാം. നല്ല റാങ്ക് എന്ന് പറയുമ്പോൾ 80-നുള്ളിൽ തന്നെ നമ്മൾ വരികയും ചെയ്യണം കേട്ടോ.
80 വരെ വരുന്ന എല്ലാ റാങ്കുകളും നല്ല റാങ്കാണ് പിള്ളേർ. കാരണം എത്രയോ പിള്ളേർ നമ്മൾ ഓവറോൾ ഇൻട്രി എടുക്കുമ്പോൾ 20 lakh അടുത്ത് കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറയുമ്പം നിങ്ങൾ പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 9496949929 നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യണം. അവരിലേക്കും നവോദയ എന്താണെന്നൊക്കെ നിങ്ങൾ പറയണം. ഇതുപോലൊരു എക്സാംസ് ഉണ്ട്, അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നവോദയക്ക് നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള എല്ലാ മാത്സിൻ്റെ കാര്യങ്ങളും എവിടെ പോയാലും പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.